ഹായ് നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയിൻസോയിൽ ഇപ്പം നേരത്തെ കാണിച്ചൊരു സംഭവം കണ്ട, അതാണ് നമ്മുടെ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. കാരണം ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിന്ന് പോകും, പെട്രോൾ കിട്ടാത്ത പോലത്തെ സംഭവം. അത് രണ്ട് കാരണം കൊണ്ട് വരാം. ഒന്ന് കാർബറേറ്ററിൽ അഴുക്ക് കയറിയാലും വരും, രണ്ട് വന്നെന്ന് പറഞ്ഞാൽ എയർ സ്ക്രൂ കറക്റ്റ് അല്ലെങ്കിലും വരും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ആണ്, നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. ഇത് രണ്ട് ടൈപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഈ കാണുന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എയർ കിട്ടാണ്ട് വന്ന കംപ്ലൈൻ്റ് ആണ്. സെയിം തന്നെയാണ് വേറെ കാണിച്ചു തരാം. ഈ കാണുന്നത് ഓടിയിട്ട് നിന്നാണ്, ഇത് കാർബറേറ്ററിൽ അഴുക്ക് കയറിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതിന് പ്ലഗ് അഴിക്കുക, കവർ അഴിച്ചതിന് ശേഷം കാർബറേറ്റർ പുറത്തെടുക്കുക. ചോക്ക് ലിവർ വിടിക്കുക, സ്പേസർ വിടിക്കുക. നേരെ ഈ രണ്ട് സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ ഊരിപ്പോരും. ഇതാണ് കാർബറേറ്റർ ഊരിക്കുമ്പോൾ ഇതിൻ്റെ കംപ്രഷൻ പൈപ്പ് മാറ്റുക. നേരെ ഇവിടെ നിന്ന് ആക്സിലേറ്റർ കേബിൾ ഊരി മാറ്റുക. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന പെട്രോളിൻ്റെ ഓസാണ്. പെട്രോളിൻ്റെ ഓസ് ഊരുമ്പോൾ ശ്രദ്ധിക്കണം, ഞെക്കി പിടിച്ചിട്ട് ഊരണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്രോള് കംപ്രഷൻ കൊണ്ട് പ്രഷർ കൊണ്ട് ചാടിക്കണ്ട. ഇത് ഊരിക്കഴിഞ്ഞ് ഇതിനകത്തൊരു സ്ക്രൂ എന്തെങ്കിലും കയറ്റിയിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്രോളിൻ്റെ ക്യാപ്പ് തുറന്നു വെക്കുക. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ പ്രഷർ കൊണ്ട്, കാരണം ഇതിനകത്ത് NRV വെള്ളമുണ്ട്, നോൺ റിട്ടേൺ വാൽവ് വെള്ളമുണ്ട്, പ്രഷർ അടിച്ച് കയറി കംപ്ലീറ്റ് പെട്രോളും പുറത്തേക്ക് പോകും. കാർബറേറ്റർ അടിക്കാൻ പോകണമെങ്കിൽ മൊത്തം തുടച്ച് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള പൊടി അതിൻ്റെ അകത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറിയത് വലിയ അഴുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഡയഫ്രം ഇരിക്കണം. അതാണ് ഡയഫ്രം കാണുന്നത്. ഈ ഡയഫ്രത്തിന് ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഡയഫ്രം ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് ഇവിടെ രണ്ട് വാൽവും അതേപോലെ തന്നെ ഇവിടെ ഫിൽറ്ററും പെട്രോൾ ഫിൽറ്ററും ഉണ്ടാവും. ആ പെട്രോൾ ഫിൽറ്ററാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കാണുന്ന സ്ക്രൂ അഴിച്ച് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പൊക്കിക്കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഈ കാണുന്ന കുഴിയാണ് പെട്രോളിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്നത്. ഇത് നമ്മൾ പതിയെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ചെറുതായിട്ട് അഴുക്കുണ്ടെങ്കിലും ഈ ഒരു സംഭവം വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ തുണി എന്തെങ്കിലും വെച്ചിട്ട് പതിയെ ഒന്ന് ഇങ്ങോട്ട് ക്ലീൻ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നോക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഊതിക്കളഞ്ഞ് എയറടിച്ച് കളഞ്ഞ് ക്ലീൻ ആക്കണതായിരിക്കും ഇത്തിരി ബെറ്റർ. ഇതിനകത്ത് ഇപ്പോൾ ചെറുതായിട്ട് അഴുക്കുണ്ടായിരുന്നു. ഈ കാണാൻ ഡയഫ്രം, അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയഫ്രം നമ്മൾ ഇതിങ്ങനെ വളവുണ്ടോന്ന് പതിയെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം. ഇത് അധികം ചളങ്ങാനൊന്നും പാടില്ല കേട്ടോ. ഈ ഡയഫ്രം ഇതിവിടെ ഇങ്ങനെ നോക്കുക. ഇതാണ് ഇതിൻ്റെ വാൽവ് വരണം വന്നേക്കുന്നത്. ഇത് രണ്ടാമത്തെ, ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. അതിനകത്ത് അത് ചളക്കുണ്ടെന്ന് നോക്കണം. ചളക്കുണ്ടെങ്കിലും പെട്രോൾ കയറായെന്ന് വരും. അതിപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. ഈ കാണുന്ന രണ്ട് സ്ക്രൂവിനെ അഴിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യണം. ഇതിനകത്തോട്ട് തിരിച്ച് പെട്രോൾ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് ഊരുമ്പോൾ പെട്ടെന്ന് അഴിക്കരുത്. ഇത് എത്ര ടേണിലാണ് കിടന്നതെന്ന് നമ്മൾ നോക്കണം. നിലവിൽ എങ്ങനെയാണ് കിടന്നതെന്ന്, അതായത് 1.25 കിടന്നിരുന്നത്. ഇത് 1, 2, 2.25 നടന്നു. ഇനി ഇത് അഴിച്ചാൽ അതേ സ്ഥാനത്തിന് പഴയത് കൊണ്ടുവരണം. അതിന് വേണ്ടിയാണ് അങ്ങനെ തിരിച്ചു നോക്കണം നമ്മൾ. ഈ കാണുന്ന ഹോളിൽ കൂടി സിറിഞ്ചിൽ എന്തെങ്കിലും ഇച്ചിരിച്ചോളം പെട്രോൾ എടുത്തിട്ട് അതിൽ കൂടെ പതിയെ അങ്ങാടും ഇങ്ങാടും ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് പെട്രോൾ സിറിഞ്ചിൽ എടുത്തിട്ട് അതിനകത്തോട്ട് അങ്ങാടും ഇങ്ങാടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ കാണിക്കണം. പതിയെ കാണിച്ചാൽ മതി, ഭയങ്കര ഇതായിട്ട് കാണിക്കൊന്നുമില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു NRV ഇരിപ്പുണ്ട്. അപ്പോൾ ആ NRV കംപ്ലൈൻ്റ് ആവരുത്. പതിയെ അങ്ങാടിയാണ് കാണിക്കാം. എന്നിട്ട് കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് കുടഞ്ഞു കളയാം. അപ്പം ക്ലീനിങ് കഴിഞ്ഞാൽ നേരെ നമ്മളിനി യഥാസ്ഥാനത്ത്, അതായത് ഫസ്റ്റ് നമ്മൾ ഇതുമ്പോൾ ഈ ഹോള് നോക്കിയിട്ട് അതിനകത്ത് ഈ ഹോള് നോക്കണം. അതുപോലെ തന്നെ ഈ വാലും ഇതിൻ്റെ ഡയറക്ഷനാണ് ഈ വാല് കാണുന്നത്. ഈ ഡയറക്ഷനിലും ഈ രണ്ട് ഹോൾ ഇത് കറക്റ്റ് വെക്കുക, തിരിച്ചതിനകത്തോട്ട് തന്നെ ഫിറ്റ് ചെയ്യുക.
ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യണം, കാരണം ഡാമേജ് വരരുത്. അതിൻ്റെ ഡയഫ്രത്തിന് ഡാമേജ് വന്നാൽ പിന്നെ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഞാൻ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യണം. ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യണേക്കുമ്പോൾ ഇവിടുത്തെ പോയിന്റ് കറക്റ്റ് ആണോ എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടാമത് ഇതിനകത്ത് കാണിച്ചപ്പോൾ അത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകൂല കേട്ടോ, കാരണം പറഞ്ഞാൽ ചെറുതും പറഞ്ഞാൽ വലുതുമായിരിക്കും. ഇതിൻ്റെ പോയിന്റുകളൊന്നും വലിയ കംപ്ലൈൻറ്റ് ഇല്ല, നേരെ കയറ്റാൽ മതി. ഇനി നമ്മളിത് ഫുള്ള് 2 സ്ക്രൂവും ഫുൾ ടൈറ്റ് ചെയ്യുക. അതായത് ലോ റേഞ്ചും ഹൈ റേഞ്ചിലുള്ളതും രണ്ടും ഫുള്ള് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിനകത്ത് ഹൈ പിച്ചിൽ പോകണം. അത് ഹൈയിലുള്ളത് എച്ച് എന്ന് എത്തിയേക്കുന്ന സ്ക്രൂ നേരത്തെ ഇരുന്നത് 1 കാലാണത്. 1 ഒരു കാലും കൂടി. ഓക്കെ, ലോയിലിരുന്നത് 2 മുക്കാലാണ്. അപ്പം 1 2 2 മുക്കാൽ. ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പെട്രോളിൻ്റെ ക്യാപ്പ് ഊരിക്കളഞ്ഞിട്ട് രണ്ടാമതിനകത്തോട്ട് കയറ്റുക. ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിൾ ഫിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഹോസ്, അതായത് പ്രഷർ ഹോസും ഫിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ തിരിച്ച് യഥാസ്ഥാനത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഇട്ട് സ്ക്രൂ ചെയ്യണേ. കാർബറേറ്റർ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഗ്യാപ്പ് ഇത് 2 പീസാണ്. കാർബറേറ്ററും ഇവിടുത്തെ ചേമ്പറിൻ്റെ ഇതും, അതായത് മാൻഹോളും ഇതൊക്കെ തമ്മിൽ ഗ്യാപ്പിൽ എന്തെങ്കിലും പീസുകൾ കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഓസ് അതിൻ്റെ ഇടയിൽ കയറാൻ ചാൻസ് ഉള്ളുണ്ട്. പെട്രോൾ ഓസ് അതിൻ്റെ ഇടയിൽ കയറാണ്ട് നോക്കണം, കാരണം അതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ പെട്രോൾ ഓസ് പൊട്ടിപ്പോയാൽ ഈ സെയിം കംപ്ലൈൻറ്റ് തന്നെ പിന്നെയും കാണിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ഇടാതെ തന്നെ ഒന്ന് ഓണാക്കി നോക്കാം. ഈ സ്റ്റാർട്ടാവാത്തോട്ട്, അതായത് സ്റ്റാർട്ടാവും നിന്ന് പോവും, അങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയൽ സ്ക്രൂ, അതായത് സ്ലോ സ്പീഡ് സ്ക്രൂ ഉണ്ട് ഇതിന്. അതായത് 2 സ്ക്രൂ ഉണ്ട്, L സ്ക്രൂ ഉണ്ടാവും, H സ്ക്രൂ ഉണ്ടാവും, അതുപോലെ തന്നെ സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ ഉണ്ടാവും. ആ സ്ലോ സ്പീഡ് സ്ക്രൂ നമ്മൾ ഇച്ചിരി കയറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചെയിൻസോൻ്റെ കാർബറേറ്റർ സർവീസ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനകത്ത് എല്ലാവരും ലൈക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പുതിയ വീഡിയോകൾ ഇറക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാണ്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, അതിന് കിട്ടില്ല, നോർമലി പോവുള്ളൂ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.